നമസ്കാരം. പ്രവാസി മലയാളി പ്രസ്സിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ആദ്യമേ തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത, ഒരു പിറന്നാൾ ആശംസയാണ്. ലോകമെമ്പാടുമുള്ള ജനം ഇപ്പോൾ ആ ഒരു പിറന്നാൾ ആശംസയുടെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഏകദേശം 17 ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ആരുടെ ആ വീഡിയോ ഒക്കെയാണ് നമുക്കൊന്ന് ആദ്യമേ അറിയാം. തന്റെ ഇരട്ട കുട്ടികൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. 2021 ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദിനും ഭാര്യ ഷെയ്ഖ ബിന്ത് സയ്യിദ് ബിൻ ധനി അൽ മക്തൂമിനും ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ജനിച്ചത്. ഇരട്ട കുട്ടികളായിരുന്നു. ആൺകുട്ടിയുടെ പേര് റാഷിദ് ബിൻ ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം എന്നും പെൺകുട്ടിയുടെ പേര് ഷൈഖ ബിന്ത് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം എന്നുമാണ്. ഇവർക്ക് 4ാം പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. പങ്കുവച്ച വീഡിയോയിൽ മകൻ റാഷിദുമായി ചെസ് കളിക്കുന്നതും മകൾ ഷൈഖയുമായി പാർക്കിൽ ചുറ്റി നടക്കുന്നതും ഉൾപ്പെടെ പിതാവും മക്കളും തമ്മിലുള്ള സുന്ദരമായ നിമിഷങ്ങളുടെ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 17 ദശലക്ഷത്തിലേറെ പേർ ഷെയ്ഖ് ഹംദാനെ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. 4 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് 17 ദശലക്ഷത്തിലേറെ പേരാണ് ഷെയ്ഖ് ഹംദാനെ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ടാണ് ഈ പിറന്നാൾ ആശംസകൾ വളരെ വേഗം തന്നെ ലോകം മൊത്തം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2021 ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത്. ആ സമയത്തും അദ്ദേഹം ഒരു നീല ബലൂണും ഒരു പിങ്ക് ബലൂണും ഒക്കെയാണ് അദ്ദേഹം കാണിച്ചത്. അതിനുശേഷം ഈ 2 ഇരട്ട കുട്ടികളുടെയും ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷെ മുഖം കാണിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അന്നും സോഷ്യൽ മീഡിയ ഇവരെ ഏറ്റെടുത്തതാണ്. ഇപ്പോഴത്തെ 4ാം പിറന്നാളിനും സോഷ്യൽ മീഡിയ ഇവരെ ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായും പിറന്നാൾ ആശംസകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ ഉണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ചില ദുഃഖകരമായ വാർത്തകൾ ഇപ്പുറത്തുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുമാണ് ആ വാർത്ത വരുന്നത്. സൗദി അറേബ്യയിലെ തബൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ ജീവനക്കാരി കോട്ടയം തൃക്കൊടിദാനം സ്വദേശിനി റജീന ഷരീഫ് എന്ന 57 വയസ്സുകാരി മരിച്ചു. കുളിമുറിയിൽ കാല് തെറ്റി വീണതിനെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ് തബൂക്ക് കിങ് ഖാലിദ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയവേ തുടർ ചികിത്സയ്ക്കായി എയർ ആംബുലൻസിന്റെ സഹായത്തോടെ മദീന കിങ് ഫഹദ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിൽ ഇരിക്കെ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി മരണപ്പെട്ടു. പരേതയുടെ മൃതശരീരം അവിടെ തന്നെയാണ് ഖബറടക്കുന്നതും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ മരണാനന്തര കർമ്മങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കും മദീന KMCC വെൽഫെയർ വിംഗ് രംഗത്തുണ്ട്. 20 വർഷമായി റജീന ഈ സ്കൂളിൽ ജോലി ചെയ്തു വരികയാണ്. 3 മക്കളാണ് ഉള്ളത്. ഭർത്താവ് ഷരീഫും അബ്ബാസിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്ത് വരികയാണ്. മക്കളും മദീനയിൽ ആശുപത്രിയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. റജീന ഷരീഫാണ്. ഏകദേശം കുറെ വർഷങ്ങളായി ഇവർ ഗൾഫിൽ തന്നെയാണ് താമസിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അന്ത്യകർമ്മങ്ങളും ഖബറടക്കവും ഒക്കെ തന്നെ അതേ മണ്ണിൽ തന്നെയാണ് നടക്കുന്നത്. അടുത്തതും ഒരു മരണ വാർത്ത തന്നെയാണ്. 2 ആഴ്ചയായി കാണാനില്ലാതിരുന്ന മലയാളിയെ സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. റിയാദിന് സമീപം അൽ ഖർജിലെ മുറിയിൽ കൊല്ലം കുരീപ്പുഴ സ്വദേശി നൌഷർ സുലൈമാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 2 ആഴ്ച മുമ്പ് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. തുടർന്ന് സാമൂഹിക പ്രവർത്തകരും ബന്ധുക്കളും അടക്കമുള്ളവർ അന്വേഷണം നടത്തി. ഇതിനിടയിൽ നൌഷാദിന്റെ സുഹൃത്തുക്കളായ 3 പേർ പോലീസ് കസ്റ്റഡിയിലാണെന്നും മറ്റും വാർത്തകൾ പരന്നു. സുലൈമാനും ഇക്കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന ധാരണയിൽ റിയാദിലെയും അൽഖർജിലെയും ജയിലുകളിൽ സാമൂഹിക പ്രവർത്തകർ അന്വേഷണം നടത്തുകയും ചെയ്തു. നൌഷർ താമസിക്കുന്ന മുറിയിൽ നിന്ന് ഒരു രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നതായി ചൊവ്വാഴ്ച രാവിലെ ആ കെട്ടിടത്തിൽ താമസക്കാരായ മറ്റുള്ളവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് എത്തിയത്. പരിശോധന നടത്തിയപ്പോഴാണ് റൂമിനുള്ളിൽ ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് വിഭാഗവും മുനിസിപ്പാലിറ്റി അധികൃതരും ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. പ്രദേശത്ത് താമസിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർ രാവിലെ വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. നൌഷർ സുലൈമാൻ അടുത്തിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നതായി വിവരം കിട്ടിയെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം, ഹൃദയാഘാതം സംഭവിച്ചതായിരിക്കാം എന്നാണ് നിഗമനം. പക്ഷെ എന്തുകൊണ്ട് ഈ അദ്ദേഹത്തെ മറ്റെല്ലായിടങ്ങളിൽ ജയിലിലടക്കം തിരക്കിയപ്പോൾ സുഹൃത്തുക്കള് വാതിലടച്ചു കണ്ടപ്പോൾ റൂമിലില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ കേരളത്തിലെ ഒരു വീട് കുത്തി തുറക്കുന്ന പോലെ ഒന്നും പെട്ടെന്ന് കയറി അവിടുത്തെ വീടുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പറ്റില്ല. അതുകൊണ്ട് കൂടി ആയിരിക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ മൃതശരീരം ജീർണിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആത്മഹത്യ അല്ല എന്നാണ് അറിയില്ല, അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടി, കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു എന്ന് കൂടി പറയുമ്പോൾ എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദവിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതെ. എന്തായാലും മറ്റു വാർത്തയിലേക്ക് നോക്കുന്നു. പൊതുയിടങ്ങളിൽ പുകവലിച്ചാൽ 1000 ദിനാർ വരെ ഇനി പിഴ കിട്ടും. പരിസ്ഥിതി നിയമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് കുവൈറ്റ്. നിരോധിത സമയങ്ങളിൽ മീൻ പിടിക്കുന്നവരെ പിടികൂടിയാൽ 5000 ദിനാർ വരെ വലിയ പിഴ ചുമത്തുമെന്ന് പരിസ്ഥിതി സംരക്ഷണ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മിഷാൽ അൽ ഫറാജ് അറിയിച്ചിരിക്കുകയാണ്. കുവൈത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിൽ വകുപ്പ് ഊർജിതമാക്കാനാണ് നീക്കം. പരിസ്ഥിതി ലംഘനങ്ങൾക്കുള്ള പിഴകൾ, മറ്റ് ഏജൻസികളുമായുള്ള വകുപ്പിന്റെ സഹകരണ ശ്രമങ്ങൾ, രാജ്യത്തുടനീളം പരിസ്ഥിതി സംരക്ഷണം നിലനിർത്തുന്നതിന് നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങൾ അൽ ഫറാജ് പരാമർശിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് പരിസ്ഥിതി ലംഘനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണവും അവ തടയുന്നതിനുള്ള നിയമങ്ങളുടെ നടപ്പാക്കലുമാണ്. പരിസ്ഥിതി നിയമം ലംഘിക്കുന്നവരെ പിടികൂടാനും അതുവഴി അവർക്ക് കൃത്യമായ ശിക്ഷ നൽകാനും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനറൽ ഡയറക്ടർ ഓഫ് കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച് പോലീസും ജനറൽ ഡയറക്ടർ ഓഫ് കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച് ശ്രമങ്ങൾ ശക്തമാക്കുകയാണ് എന്ന് ബ്രിഗേഡിയർ അൽ ഫറാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ കൈമാറുന്നതിലൂടെയും സംയുക്ത പരിശോധന പര്യടനങ്ങളിലൂടെയും കുറ്റവാളികളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുന്നതിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതു ഇടങ്ങളിലെ പുകവലി നിയന്ത്രിക്കുന്നതിനും വകുപ്പ് ജാഗ്രത പുലർത്തുന്നുണ്ട്. അടച്ചിട്ട വാണിജ്യ ഇടങ്ങളിൽ പുകവലിക്കുന്നതിന് 500 ദിനാർ വരെ പിഴ ചുമത്തും. അതേസമയം പാർക്കിംഗ് സ്ഥലങ്ങളിലും വിമാനത്താവളങ്ങളിലും പുകവലിക്കുന്നതിന് സമാനമായി പിഴ ചുമത്തും. ശരിയായ ലൈസൻസ് ഇല്ലാതെ പുകവലി അനുവദിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 1000 ദിനാർ വരെ പിഴ ചുമത്തും. മാളുകളും വിമാനത്താവളങ്ങൾ തുടങ്ങിയ അടച്ചിട്ടതും പകുതി അടച്ചതുമായ സ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടുന്നുണ്ട്. പുകവലിക്കാർക്ക് 50 മുതൽ 500 ദിനാർ വരെ പിഴ ചുമത്തും. നിയുക്തമല്ലാത്ത സ്ഥലങ്ങളിൽ സിഗരറ്റ് കുറ്റികൾ ഉപേക്ഷിക്കുന്നവർക്കും മാലിന്യം വലിച്ചെറിയുന്നതിന് 500 ദിനാർ വരെ പിഴ ചുമത്താം. ഇത് ചില്ലറ കളിയല്ല. കാരണം അറിയാതെ ഒന്ന് പുകച്ചു പോയാൽ കയ്യിൽ നിന്ന് പോകുന്നത് 500 1000 ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. കഴിയുന്നതും ഈ ഒരു ശീലം ഒഴിവാക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. അടുത്ത വാർത്ത ഒരു കമ്പനി പെട്ടെന്ന് അപ്രത്യക്ഷമായതിനെ കുറിച്ചാണ്. ദുബായിലെ ബിസിനസ് ബേയിൽ പ്രവർത്തിച്ചിരുന്ന ഗൾഫ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സിന്റെ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇതോടെ നിക്ഷേപകർ ആശങ്കയിലായിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളും സ്വദേശികളും നിക്ഷേപിച്ചിരിക്കുന്ന തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. കഴിഞ്ഞ മാസം അവസാനം വരെ 40 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ശൂന്യമാണ്. തറയിലാകെ പൊടിയും ഭിത്തികളിലെല്ലാം ഇലക്ട്രിക് വയറിംഗ് വിച്ഛേദിച്ച നിലയിലുമാണ്. നിക്ഷേപകരോട് ഇത് സംബന്ധിച്ച് യാതൊരു വിശദീകരണങ്ങളും കമ്പനി അധികൃതർ നൽകിയിട്ടില്ല. പൊടുന്നനെ കമ്പനി അങ്ങ് അപ്രത്യക്ഷമാവുക തന്നെയാണ് ചെയ്തത്. ഒരു ദിവസം പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. മലയാളികളായ മുഹമ്മദും ഫയാസ് പൊയിലും 64 ലക്ഷം രൂപയാണ് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്നത്. വിവരങ്ങൾ ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കമ്പനി പ്രവർത്തിച്ച കെട്ടിടത്തിൽ വന്നു നോക്കിയപ്പോഴാണ് ഇരുവരും അതിശയിച്ചു പോയത്. ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് പോലും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഓഫീസ് ശൂന്യമാണ്. ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടാൻ അറിയാവുന്ന പല നമ്പറുകളിലും ബന്ധപ്പെട്ടു. ആരും ഫോൺ എടുക്കുന്നില്ല. ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും ആരുമില്ല എന്നാണ് ഇരുവരും പറയുന്നത്. നിക്ഷേപ കമ്പനിയുടെ മറവിൽ നടന്ന തട്ടിപ്പ് ഇതോടെയാണ് വെളിച്ചത്തു വന്നത്. അനധികൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സിഗ്മ 1 ക്യാപിറ്റലിലേക്ക് നിക്ഷേപിക്കാൻ ക്ലയന്റുകളെ ഗൾഫ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് നിർബന്ധിക്കുമായിരുന്നു എന്ന് ഇന്ത്യക്കാരായ സഞ്ജീവ് പറയുന്നു. ഇതിൽ നിക്ഷേപിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണെന്നും കൃത്യമായി ഇതിൽ നിന്നും വരുമാനം ലഭിക്കുമെന്നും പറഞ്ഞ് വളരെയധികം നിർബന്ധിച്ചാണ് തന്നെ കൊണ്ട് സിഗ്മ ക്യാപിറ്റലിൽ നിക്ഷേപം നടത്തിച്ചതെന്നാണ് സഞ്ജീവ് പറയുന്നത്. മലയാളിയായ മുഹമ്മദിന് 42 ലക്ഷത്തിലധികമാണ് നഷ്ടമായിരിക്കുന്നത്. ഗൾഫ് ഫസ്റ്റ്, സിഗ്മ 1 എന്നീ പേരുകൾ പരസ്പരം മാറി മാറി ഇവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞിരുന്നു എന്നും രണ്ടും ഒരു കമ്പനിയാണെന്നാണ് പറഞ്ഞിരുന്നെന്നുമാണ് മുഹമ്മദ് പറയുന്നത്. ഇരു കമ്പനികൾക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സിഗ്മ 1 ക്യാപിറ്റൽ DFSA അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സെന്റ് ലൂസിയ രജിസ്ട്രേഷനും മുസല്ല ടവറിൽ ബർദുബായ് ഓഫീസും ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു കമ്പനിയോ ഓഫീസോ പ്രവർത്തിക്കുന്നില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്.
അപ്പോൾ ഒരു വല്ലാത്ത തട്ടിപ്പ് തന്നെയാണ്. തീർച്ചയായും അത് നമ്മുടെ മലയാളികൾ പോയി എപ്പോഴും ഇങ്ങനെ ഇരയാകുക എന്നുള്ളത് വളരെ കഷ്ടം പിടിച്ച കാര്യം തന്നെ. കാരണം 64 ലക്ഷം രൂപ ഒന്നും രണ്ടുമല്ല, സമ്പാദ്യത്തിന്റെ ഏകദേശം മുഴുവൻ തുക 64 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഒന്നും ഇല്ലാതെ പോകുന്ന, പെട്ടെന്ന് ആവിയായി പോയൊരു സാഹചര്യം. എന്തായാലും UAE-യിലെ ആദ്യ പറക്കും ടാക്സിയുടെ പരീക്ഷണങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ലൈനിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഈ വർഷം ജൂലൈയിൽ പരീക്ഷണ ഘട്ടം ആരംഭിക്കും. വർഷങ്ങളായി UAE-യുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി ചേർന്ന് തങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്ന് ആർച്ചർ ഏവിയേഷൻ CEO ആദം ഗോൾഡ്സ്റ്റെറിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അബുദാബി അറ്റ്നെക് എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ച മേക്ക് ഇറ്റ് ഇൻ ഇന്ത്യ എമിറേറ്റ്സിന്റെ 4ാമത്തെ പതിപ്പിന്റെ ഭാഗമായാണ് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ eVTOL വിമാന പ്രവർത്തനങ്ങൾക്കായി അബുദാബി ക്രൂയിസ് ടെർമിനൽ ഹെലിപാഡിനെ ഒരു ഹൈബ്രിഡ് ഹെലിപാഡാക്കി മാറ്റുന്നതിനുള്ള ആർച്ചറിന്റെ രൂപകൽപ്പനയ്ക്ക് GCAA അംഗീകാരം നൽകുകയായിരുന്നു. ഈ പറക്കും ടാക്സി എന്തായാലും വരട്ടെ, നമുക്കും കാണാമല്ലോ അല്ലെ പറക്കും ടാക്സി. എന്തായാലും അടുത്ത ഒരു വാർത്ത കൂടി നോക്കാം. അടുത്തത് കാലാവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ കുവൈത്തിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്ന് മുന്നറിയിപ്പ്. ഇതുകൂടാതെ മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ വീശാൻ സാധ്യതയുള്ള സജീവമായ വടക്കു പടിഞ്ഞാറൻ കാറ്റും രാജ്യത്തെ ബാധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ഥാരാർ അലലി അറിയിച്ചു. ഇത് പൊടിക്കാറ്റിനും ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തുറന്ന പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച 1000 മീറ്ററിൽ താഴെയാകാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ശക്തമായ കാറ്റ്, ചിലപ്പോൾ പൊടിക്കാറ്റോട് കൂടിയത് വരും ദിവസങ്ങളിലും തുടരും. താപനില 47 മുതൽ 49 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ അത്യുഷ്ണത്തിന് കാരണമാകും. കടൽ തിരമാലകൾ 6 അടിയിൽ കൂടുതലായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീർച്ചയായിട്ടും നിരവധി വാർത്തകൾ ഇന്നുമുണ്ട്. എന്തായാലും ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നതും ഇനി അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ ഉണ്ടാകും പോകുന്നത് തീർച്ചയായും ഈ പറയുന്ന പോലെ തന്നെ ഈ റൂമിൽ സ്വന്തം മുറിയിൽ മരിച്ചു കിടന്ന ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശം തന്നെയാണ്. വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കാമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും അതുവരേക്കും നമസ്കാരം.